പാതിമയങ്ങിക്കിടന്നൊരു നാടിന് ചേതന തന്നു പ്രവാസം, ഉള്ളിൽ മോഹങ്ങളേകി പ്രവാസം, നിത്യവിരഹത്തിൻ നീർത്തുള്ളിയിൽ പ്രേമം സ്വപ്നങ്ങൾ നൽകി പ്രവാസം, പ്രേമ സ്വപ്നങ്ങൾ നൽകി പ്രവാസം, വേരുകളെല്ലാം അറുത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. ദേശാടനം ഓരോ പ്രവാസി എഴുത്തുകാരനും മരുപ്പച്ച തേടിപ്പോകുന്ന യാത്രികനാണ്. വീടിനെയും നാടിനെയും കുറിച്ചുള്ള ഓർമ്മകളിൽ തട്ടിത്തടഞ്ഞ് അക്ഷരക്കൂട്ടുകളെന്ന അക്കരപ്പച്ച അന്വേഷിച്ച് അവർ പകൽ മുഴുവൻ മരുഭൂമിയാകെ കറങ്ങിത്തിരിയും. രാത്രിയിൽ കാതുതുളയ്ക്കുന്ന കാറ്റിൻ്റെ ശീൽക്കാരമേറ്റുവാങ്ങി തണുപ്പിൽ കോച്ചിപ്പിടിച്ച് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ നാളത്തെ സാഹിത്യ പര്യവേഷണം ദുസ്വപ്നമായി വേട്ടയാടുന്നുണ്ടാവും. നാട്ടിലെ എഴുത്തുജീവിതം ഗൾഫിലെത്തിയപ്പോൾ പൂത്തുലഞ്ഞ അനുഭവമാണ് TK അലിക്ക് പറയാനുള്ളത്. പ്രവാസിയാവാൻ ഒട്ടും താൽപ്പര്യമില്ലാതിരുന്ന അലി സാഹചര്യങ്ങൾ പല്ലിളിക്കി കാണിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഗൾഫിലേക്ക് പറന്നു. നാട്ടിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് കൂടുതലായും ജോലി നോക്കിയത്. ഒരു സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിൽ ചേർന്നിരുന്നു. പക്ഷേ അവിടെ ജോലി പോസ്റ്റ് പ്രശ്നമായതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങി. അതിനിടയിലാണ് എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് പോകുന്നത്. അവിടെ ലുലു ഗ്രൂപ്പിൽ 8 കൊല്ലത്തോളം ജോലി ചെയ്തു. അവിടെ പിന്നീട് ഞാൻ പർച്ചേസിംഗ് മാനേജറാവുകയും 8 കൊല്ലത്തോളം പർച്ചേസറായി ജോലി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സ്വയം പിരിഞ്ഞ് വരികയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും 2 കൊല്ലം ഷാർജയിൽ സ്വന്തമായ ചില ബിസിനസ് കൂട്ടുകാരോടൊപ്പം നടത്തിയിരുന്നു. പിന്നീട് തിരിച്ചു വന്നു, പിന്നെ പോയിട്ടില്ല. പ്രവാസാനുഭവം പോലെ പ്രവാസ സാഹിത്യത്തിനും ഒരിക്കലും പിടികിട്ടാത്ത വിജയതന്ത്രമാണുള്ളത്. സാഹിത്യകാരന്മാർ പ്രവാസലോകത്തെത്തിച്ചേർന്ന് ചിലപ്പോൾ സാധാരണക്കാരനായി മാറും. അതല്ലെങ്കിൽ മരുഭൂമിയുടെ മാസ്മരിക സ്പർശമേറ്റ് സാധാരണക്കാരൻ സാഹിത്യകാരനായി ഉയർത്തപ്പെടും. പ്രവാസ ജീവിതം കലാസാഹിത്യ മനസ്സുകളെ പ്രചോദിപ്പിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നാട്ടിൽ ഈ രംഗങ്ങളിൽ ഉയർന്നു നിന്ന പല ആളുകളും ജോലിപരമായ അവസ്ഥകൾ കാരണമായി അവരുടെ രചനയും അതുപോലുള്ള മറ്റ് കഴിവുകളും പ്രയോഗിക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു നഷ്ടത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. ചില ആളുകൾക്ക് അവിടുത്തെ അനുഭവങ്ങൾ ദുരനുഭവങ്ങളാവാം, നല്ല അനുഭവങ്ങളാവാം. ആ അനുഭവങ്ങൾ അവരെ ഈ രംഗത്തേക്ക് പുതുതായി കൊണ്ടുവരുന്നതായും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും അവിടെ സംഭവിക്കാവുന്നതാണ്. അവിടെ ഞാൻ തന്നെ പല ആളുകളെയും കാണുമ്പോൾ അവിടെ നമുക്ക് ഒരു വലിയ മാനസിക വിശാലത അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം നാട്ടിൽ ടാവട്ടത്തിൽ ജീവിച്ച് ശീലിച്ച ആളുകൾ ഈ കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്ന പോലെ താനും തൻ്റെ ഈ ഒരു അവസ്ഥകൾ മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പല സമൂഹങ്ങളെയും പല ഭാഷകളിലും വേഷങ്ങളിലും പിന്നെ പല ദേശങ്ങളിലുമുള്ള ആളുകളെ
പിന്നെ അവരുടെ പല സാഹചര്യങ്ങളിലൂടെയും കണ്ടുമുട്ടുമ്പോൾ, അതുപോലെ സ്വന്തം അടുത്ത് തന്നെ ഇടപഴകി ജീവിക്കാൻ പോലും അവസരം ലഭിക്കുമ്പോൾ അവർക്ക് ഒരു ലോക കാഴ്ചപ്പാട്, ആഗോള കാഴ്ചപ്പാട് ഉണ്ടാകാൻ അത് ഇടവരുത്തുന്നുണ്ട്. ഗൾഫിൽ പിന്നെ ഞാൻ കണ്ട പല ജീവിതങ്ങളും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ പൊള്ളുന്ന ജീവിതങ്ങൾ, പൊലിമയുള്ള ജീവിതങ്ങൾ, പൊങ്ങച്ചത്തിൻ്റെ ജീവിതങ്ങൾ ഒക്കെ അവിടെ കാണാൻ കഴിയും. കാരണം പെട്ടെന്ന് ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ കൈവരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പഴയ വന്ന വഴി മറക്കരുത് നമ്മൾ പറയാറുണ്ട്. വന്ന വഴികൾ മറന്ന്, ചരിത്രം മറന്ന്, ഒരു വേള അവരുടെ കുടുംബത്തെയും സ്വന്തം മാതാപിതാക്കളെയും പോലും, ചിലരൊക്കെ സ്വന്തം ഇണകളെയും മറന്ന്, കുഞ്ഞുങ്ങളെയും മറന്ന് ഈ പുതിയ സാഹചര്യത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ള ഒരു ദുഷ്പ്രവണത ചില ആളുകൾ കാണാറുണ്ട്. അവർ അവസാനം വളരെ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് എത്തിപ്പെടുക. അതേസമയം കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് പണ്ട് തങ്ങൾ അനുഭവിച്ച ദുരനുഭവങ്ങളിൽ നിന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ നാട്ടിനെ പോലും കരകയറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഓവർ ടൈം ജോലി ചെയ്തും, ഓവർ ടൈമും പല ജോലികൾ ചെയ്യാനുള്ള അവസരമൊന്നും ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല. നിയമപരമായ അതൊക്കെ പ്രശ്നമാണ്. ഒറ്റ ജോലിയിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ടി വരും, ബാക്കി സമയം ഫ്രീ ആയി കിടന്നാലും. പക്ഷെ എന്നാലും അങ്ങനെ സാധ്യതയുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെ അവിടെ ചിലവഴിക്കുന്ന സമയങ്ങൾ, ഓരോ മിനിറ്റും തൻ്റെ ജീവിതത്തിൻ്റെയും തൻ്റെ ഭൂമികയുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതുപോലുള്ള കലാസാഹിത്യ കഴിവുകളെയൊക്കെ പരിപോഷിപ്പിക്കുവാനോ അതിനെ ഉപയോഗപ്പെടുത്തുവാനോ പിന്നെ ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനോ പോലും സാധിക്കാത്ത, അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ അവർക്കുണ്ടാകാറുണ്ട്. അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല. പക്ഷേ ചില ആളുകൾ പിന്നെ ഗവൺമെൻറ് ജോലികളിലും മറ്റ് സൗകര്യങ്ങളുള്ള ജോലികളിലുമൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് ഉച്ച സമയമൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആണ്, ആഴ്ചയിൽ 1-2 ദിവസം ലീവ് കിട്ടും. ഇത് വളരെ കുറഞ്ഞ ഒരു വിഭാഗത്തിന് അങ്ങനെ കിട്ടുന്നുള്ളൂ. ഇത്തരം ആളുകളിൽ ഇത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ അവർക്കത് പ്രകടിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനുള്ള വേദികൾ, കലാ സാംസ്കാരിക സംഘടനകൾ ഒരുപാട് അവിടെയുണ്ട്. അലിയുടെ മനസ്സിലെ കവിതകളും മാപ്പിളപ്പാട്ടുകളും മരുഭൂമിയിലെ മഴ നനഞ്ഞ് കിളിർത്തു പൊങ്ങി. ഉമ്മയെന്നും എന്നിലലിവിൻ്റെ നിർച്ചരി, ഉണ്മയാം സ്നേഹത്തിനണയാത്ത കൈത്തിരി, അമരമൊരായിരമോർമ്മകൾ നിറയുമൻ അകതാരിലും ആ വെളിച്ചമാണെപ്പോഴും. അമരമൊരായിരമോർമ്മകൾ നിറയുമൻ അകതാരിലും ആ വെളിച്ചമാണെപ്പോഴും. ആ സ്നേഹവായ്പിൻ്റെ ആന്തോളനങ്ങളിൽ ആരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടരെ. ഇത് നവാസ് പാലേരി എൻ്റെ ശിഷ്യനാണ്. എൻ്റെ രചനകൾ അധികവും പുറത്തേക്ക് കൊണ്ടുവരുന്നത്, ശബ്ദം കൊണ്ട് അതിന് ജീവൻ നൽകുന്നത് ഈ നവാസാണ്. ഞാൻ ആലപിച്ച ഏകദേശം എല്ലാ ഗാനങ്ങളും എൻ്റെ കലാജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് പ്രിയപ്പെട്ട അലിമാഷുടെ രചനകളാണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് എൻ്റെ മിക്ക വേദികളിലും, സ്വദേശത്തും വിദേശത്തും എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ ഇദ്ദേഹത്തിൻ്റെ രചനകളാണ് ഞാൻ ആലപിച്ചത്. ഉണ്മയാം സ്നേഹത്തിനണയാത്ത കൈത്തിരി, അമരമൊരായിരമോർമ്മകൾ നിറയുമൻ അകതാരിലും ആ വെളിച്ചമാണെപ്പോഴും. ഗൾഫിലായിരിക്കുമ്പോൾ പല സുഹൃത്തുക്കളുടെയും ഉമ്മമാർ മരിച്ചിട്ട് അവർക്ക് നാട്ടിൽ പോയി അവരുടെ മയ്യത്ത് കാണാൻ പോലും കഴിയാത്ത ചില അവസരങ്ങളുണ്ടായിരുന്നു. അവരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ട് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി നവാസ് പാലേരി ആവശ്യപ്പെട്ടപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയാണ് പ്രവാസിയുടെ അമ്മ. നമ്മിൽ കൂട്ടരെ അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികിൽ വായെന്നോതി മാടി വിളിക്കവേ, അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ
അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. അതു കെട്ടൊരടിയും ചരിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. തിരികെട്ടുപോയ വിളക്കിൻ്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. അപ്പോൾ പ്രവാസിയുടെ അമ്മ എന്ന കവിതയുടെ പ്രമേയം ചില കുടുംബങ്ങളിൽ ഏകാശ്രയമായ ആൺമക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയും ആശയുമാണ് അവർ നൽകുന്നത്. പക്ഷേ ആ ആശ പൂർത്തീകരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലർ അവരുടെ ജോലിയുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ കബളിപ്പിക്കപ്പെട്ട് ജയിലിലേക്ക് വരെ എത്തുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു താങ്ങായും തണലായും മാറാൻ പെട്ടെന്ന് കഴിയാതെ പോകുമ്പോൾ ചിലർക്കെങ്കിലും തങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് കാണാൻ പോലും കഴിയാതെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലുള്ളൊരു സാഹചര്യത്തിൽ ഒരമ്മ തൻ്റെ ഒറ്റ മകനെ കാത്തിരുന്ന് കാണാതെ മരിച്ചു പോകുന്ന ഒരു ദുര്യോഗമാണ് ഞാൻ ആ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പല പ്രവാസികളെയും വിഷമിപ്പിച്ചതായി എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കവിതയ്ക്ക് നല്ലൊരു പ്രസക്തി ആളുകളിൽ കണ്ടിട്ടുണ്ട്. ഗൃഹാതുരതയിൽ പേനമുക്കി ഏകാന്തമായിരുന്ന് പ്രവാസി തൻ്റെ വിരഹ സ്വപ്നങ്ങൾ എഴുതി തുടങ്ങുന്നു. സ്വപ്നത്തിലെ ആശകളും ആശങ്കകളും അക്ഷരങ്ങളുടെ രൂപത്തിൽ പുറന്തള്ളി പ്രവാസി തൻ്റെ അസ്തിത്വ സമസ്യയിൽ നിന്ന് കുതറിയോടുന്നു. നാട്ടിൽ വെച്ച് മഞ്ഞും വെയിലും അതുപോലെ മഴയുമൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞ ആളുകൾ അവിടെ എത്തുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടബോധങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ കഠിനമായ ചൂടാണ് അവിടുത്തെ ഒരു അടയാളം. അതേസമയം അപൂർവമായി ചില മഴകൾ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും ആ മഴ തന്നെ ഒരു ദുരിതം നിറക്കുന്ന ഒരു മഴയായിട്ടാണ് മാറുക. മഴയെ ആസ്വദിക്കുവാൻ, അതുപോലെ ഇളം വെയിൽ ഏറ്റ് അതിൻ്റെ കുളിർമ, അതിൻ്റെ സുഖം അനുഭവിക്കുവാൻ, അതുപോലെ മഞ്ഞ് കണ്ട് മനം കുളിർപ്പിക്കാനൊന്നും അവിടെ സാധ്യതയില്ല. അവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ നമ്മളെ ചുട്ടുപൊള്ളിക്കുന്ന വെയിലാണ്. അപ്പോൾ AC പോലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് നമ്മളവിടെ അവിടെ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ കലാസാഹിത്യ വാസനകളെ പ്രചോദിപ്പിക്കുന്ന ഒരു സാഹചര്യം ആ അർത്ഥത്തിൽ അവിടെ ഇല്ല. പക്ഷേ ഈ നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്കുണ്ടാകുന്ന നൊസ്റ്റാൾജിയ, ആ നൊസ്റ്റാൾജിയ വാക്കിലും ഭാവങ്ങളിലും പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വിരഹ ദുഃഖങ്ങൾ, ഇത് ചിലരൊക്കെ ഉള്ളിൽ അടക്കി പിടിക്കുന്നു, ചിലരൊക്കെ അവരുടെ ചില സന്ദർഭങ്ങൾ അവരറിഞ്ഞോ അറിയാതെയോ ബഹിർഗമിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നൊസ്റ്റാൾജിയ, അതുപോലെ വിരഹ ഭാവം, ഇതൊക്കെ യഥാർത്ഥത്തിൽ കലാസാഹിത്യങ്ങളെ പ്രചോദിപ്പിക്കേണ്ടതാണ്. പക്ഷേ ചിലരൊക്കെ അത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും പലരുടേതും മനസ്സിലിങ്ങനെ അടച്ചുപൂട്ടി വെക്കപ്പെട്ട അവസ്ഥയാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ഞാൻ. പക്ഷേ സാഹചര്യവശാൽ, അതായത് എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരു കുടുംബമാണ്. അപ്പോൾ ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അപ്പം അത് പരിഹരിക്കാൻ വ്യക്തികൾക്കും കൂട്ടായും ഒക്കെ നടക്കേണ്ട ശ്രമങ്ങളുടെ ഭാഗമായി നമ്മളും പോകേണ്ടതായി വന്നു. പക്ഷേ ഒരു അവസരം വന്നപ്പോൾ, ഈ മണ്ണിൽ കാലുകുത്തി ഒന്ന് കാലുറപ്പിക്കാൻ ഒരവസരം വന്നപ്പോൾ ഇവിടെ ഉറപ്പിച്ച് ഇനി പോകണ്ട എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ 4-5 കൊല്ലമായിട്ടിപ്പോൾ പ്രവാസം അവസാനിച്ച് മുൻ പ്രവാസിയായി ഇവിടെ എക്സ് ഗൾഫുകാരനായിട്ട് ജീവിക്കുകയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് പിന്നോക്ക ജില്ലയായ വയനാട് ജില്ലയിലെ പിണങ്ങോട് പ്രദേശത്തുള്ള ഒരു വലിയ സ്ഥാപനത്തിലാണ്. ഐഡിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഐഡിയൽ കോളേജിനോടനുബന്ധിച്ചുള്ള മറ്റൊരു സ്ഥാപനമാണ് ദാറുൽ മർഹമ, അഥവാ അനാഥ അഗതി മന്ദിരം എന്ന അർത്ഥത്തിൽ വരുന്ന, അതായത് കാരുണ്യത്തിൻ്റെ ഭവനം എന്നാണ് ആ പേര് സൂചിപ്പിക്കുന്നത്. ഒരുപാട് അനാഥകളും
അഗതികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവുകൾ വഹിച്ചുകൊണ്ടും അവരുടെ മറ്റെല്ലാ ചെലവുകളും സംരക്ഷണ ചുമതലയും ഏറ്റെടുത്തുകൊണ്ടും ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. ഒരു ദശാബ്ദക്കാലത്തെ പ്രവാസം വിഭിന്നങ്ങളായ അനുഭവങ്ങൾ അലിയുടെ മനസ്സിൽ കോറി വരഞ്ഞിട്ടുണ്ട്. ദേശാടനം ദേശാടനം. എഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് എഴുതുന്ന കൂട്ടത്തിലല്ല ഞാൻ. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അതിനുണ്ടാവാം. അപ്പോൾ പെട്ടെന്ന് എഴുതുന്ന ഒരു സ്വഭാവമാണ്. ഒരു മാസം മുമ്പ് ആരെങ്കിലും ഒന്ന് എഴുതാൻ ഏൽപ്പിച്ചാൽ അത് മിക്കവാറും അയാൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി കിട്ടുകയാണെങ്കിൽ അയാൾ അന്നോ തലേന്നോ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് വേണം അത് കിട്ടാൻ. അപ്പോൾ ഒരു രചന ആരെങ്കിലും കമ്പൽ ചെയ്യുമ്പോൾ മാത്രം നിർവഹിക്കുന്ന കൂട്ടത്തിലുള്ള അതൊരു നല്ല സ്വഭാവമല്ല എന്ന് എനിക്കറിയാം. അത് അഭിമാനിക്കാൻ അർഹതയുള്ള സ്വഭാവവുമല്ല. അങ്ങനെ ഒരു പ്രകൃതമാണ് എനിക്കുള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ചില രചനകൾ നിർവഹിക്കാൻ വരുമ്പോൾ സാഹചര്യം ഒത്തു വന്നാൽ അത് നടക്കും. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ദുസ്വഭാവമാണ്. ഇപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നാട്ടിലുള്ള പല ആളുകളെയും പല ജോലികളിൽ ഏർപ്പെട്ടും ജോലി തേടുന്നവരായും ഒക്കെ കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ ഇവരും നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ എന്ന ഒരു താരതമ്യ ചിന്ത നമുക്ക് വന്നു പോകും. അത് നൊസ്റ്റാൾജിയാണ്. അതുപോലെ ഞാൻ പല സ്ഥാപനങ്ങളിലായി പഠിപ്പിച്ച പല ശിഷ്യന്മാരെയും പല നല്ല ഉയർന്ന തസ്തികകളിലും അതുപോലെ സാധാരണ ജോലിയിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ അവർക്ക് നമ്മളോടൊരു ബഹുമാനവും ആദരവൊക്കെ ഉണ്ടാകുകയും അപ്പോൾ നമ്മൾ ഒരുപക്ഷെ അവരെക്കാൾ താഴ്ന്ന ഒരു ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെക്കാൾ താഴ്ന്ന ജോലിയായിരിക്കാം. എങ്ങനെയായാലും നമ്മുടെ ശിഷ്യന്മാരെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഗൃഹാതുരത്വം അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ബന്ധുക്കളായ ആളുകൾ, നാട്ടുകാരായ ആളുകൾ. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം ഒരു ബന്ധം അവിടെ വളർന്നു വരാനുണ്ട്. റൂമുകാരെന്ന് പറയുന്നത് ഏത് നാട്ടിലാവട്ടെ, തെക്കാവട്ടെ വടക്കാവട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ആരായിരുന്നാലും ആ ഒരു റൂമിൽ ഒന്നിച്ച് താമസിക്കുന്നവർ. ശരിക്കും ഭൂമിയിലും അതേ കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. ഭൂമിയിൽ ഒന്നിച്ച് താമസിക്കുന്നവർ എന്ന നിലയിലാണ് മനുഷ്യ സൗഹാർദ്ദം വളരേണ്ടത്. അതിൻ്റെ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു സാമ്പിൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദശാബ്ദക്കാലത്തെ പ്രവാസം വിഭിന്നങ്ങളായ അനുഭവങ്ങൾ അലിയുടെ മനസ്സിൽ കോറി വരഞ്ഞിട്ടുണ്ട്. ആശയവും പ്രവാസവും തികഞ്ഞ ധാരാളം കഥാപാത്രങ്ങൾ. ഗൾഫിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടുള്ള പല സുഹൃത്തുക്കളുടെയും ജീവിത ചരിത്രങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമം തോന്നുകയാണ്. കണ്ണൂരിനടുത്തുള്ള ഒരു ഗഫൂർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളൊരു ഹോട്ടൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. അയാൾക്കെന്നും അയാളുടെ മുഖഭാവം കണ്ടിട്ട് ശോകമുഖമായ ഭാവം കണ്ടതുകൊണ്ട് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ വിവാഹം കഴിച്ച ഉടനെ തന്നെ ഭാര്യയ്ക്ക് മാരകമായ രോഗം പിടിപെടുകയും കിടപ്പിലാവുകയും ചെയ്തു. എന്നിട്ട് വേറെ വിവാഹം കഴിക്കാൻ ആ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാതെ ആ ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പോഴും നിലകൊള്ളുന്ന ഒരാളായിട്ടാണ് അയാളുള്ളത്. അപ്പോൾ അയാളുടെ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ കണ്ടെത്തിയ മാർഗം മദ്യപാനമായിരുന്നു. അങ്ങനെ രാത്രി ഇങ്ങനെ കുടിച്ച് റൂമിൽ കിടക്കുന്നത് അറിഞ്ഞപ്പോൾ അയാൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അയാൾ അതിൽ നിന്ന് അയാൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്ന ഒരാൾ ഒരു മദ്യപനായി പോവുക എന്നുള്ളത് ഓർക്കുമ്പോൾ അതിലേറെ വിഷമം തോന്നിയിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞ് ഗൾഫിൽ കാർ ആക്സിഡൻറ്റിൽ മരിച്ചത് സംബന്ധമായ ഒരു പാട്ട് എഴുതിയിരുന്നു. ആ ഒരു പാട്ട് ഒരു വലിയ സദസ്സിൽ പാടിയപ്പോൾ അത് എല്ലാ ആളുകളെയും കരയിക്കുകയും അവരെന്നെ പ്രത്യേകം, ഞാൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല, വിളിച്ച് ആ കാര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ ഒരു രചനയ്ക്ക്
ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്വീകാര്യതയായി അന്ന് എനിക്ക് തോന്നിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരു മരുഭൂമിയിലെ ഒരു കവി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരുഭൂമിയിൽ നീണ്ടകാലം യാത്ര ചെയ്ത് താമസിക്കണം, എന്നാൽ നിങ്ങളുടെ പൈശാചികത മുഴുവൻ മരുഭൂമിയുടെ ജീവിതം കഴുകിക്കളയുമെന്ന്. അത് വളരെ ശരിയാണ്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേരളത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന എല്ലാ സങ്കുചിത ഭാവങ്ങളും പ്രവാസ ജീവിതം മാറ്റിയെടുക്കാറുണ്ട്. അങ്ങനെ മാറ്റാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ മലയാളിക്ക് പ്രവാസ ജീവിതം കൊണ്ട് ഇങ്ങനെ ഒരു ഹൃദയവിശാലത കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. അതുപോലെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനും സാമ്പത്തികമായി അതിനോട് സഹകരിക്കാനും മലയാളിക്ക് സാധ്യമായത് പ്രവാസ ജീവിതം കൊണ്ടാണ്. എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിലും. അപ്പോൾ നാട്ടിലെ കുടുംബത്തിൻ്റെതാവട്ടെ, പിന്നെ നാട്ടുകാരുടേതാവട്ടെ, പൊതുകാര്യങ്ങളാവട്ടെ, എന്തിലും പ്രവാസി മലയാളിയുടെ പങ്ക് വളരെ വലുതായിരിക്കും. ഇത് നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. അപ്പോൾ പ്രവാസ ജീവിതത്തിൽ പല അനുഭവങ്ങളും ദുരനുഭവങ്ങളായി തന്നെ ഉണ്ടെങ്കിലും പ്രവാസ ജീവിതത്തെ തള്ളിപ്പറയുവാൻ ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് കഴിയില്ല, അതുപോലെ ഒരു ഒറ്റ മലയാളിക്കും കഴിയില്ല. ഏതായാലും ഒരു പ്രവാസി ഒരു മെഴുകുതിരിയുടെ പ്രതീകമാണ്. സ്വയം എരിഞ്ഞ് തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന മെഴുകുതിരിയുടെ ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ പ്രവാസിക്കുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വളരെ വളരെ ഉദാത്തമായ ഒരു കാര്യമാണ്. പക്ഷേ ആ പ്രവാസി എരിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടം പോലും ചുരണ്ടിക്കളഞ്ഞ് ഓർമ്മയിൽ പോലും പ്രവാസിയുടെ ആ ഒരു പങ്കാളിത്തത്തെ അല്ലെങ്കിൽ ആ ഒരു മഹത്തായ സ്ഥാനത്തെ സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടെ നിലനിൽക്കുന്ന മലയാളികളുടെയും മറ്റ് ഉത്തരവാദപ്പെട്ടവരുടെയും ഒരു വലിയ തകരാറായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കവിയുടെ എഴുത്തുമേശ പലതരം വിചാരങ്ങൾ അടുക്കി വച്ചതാണ്. പ്രവാസത്തിൽ കണ്ട ദൃശ്യങ്ങളും കേട്ട ശബ്ദങ്ങളും കവിയുടെ അകത്തളങ്ങളിൽ നിഴലുകളായും മാറ്റൊലികളായും ഇപ്പോഴും ജീവിക്കുന്നു.